നമസ്കാരം. മീഡിയ 7-ൻ്റെ ചായ ചാറ്റ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്ന അതിഥി മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ എസ്.എൻ. സ്വാമി സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയണമെന്നില്ല. CBI ഡയറി ഗ്രൂപ്പിൻ്റെ എല്ലാ പാർട്സുകളും നമ്മൾ കണ്ടതാണ്. എല്ലാ പാർട്ടുകളും നമ്മൾ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചതാണ്. അതിനു പുറമെ ഒരുപാട് സിനിമയ്ക്ക് തിരക്കഥ രചിച്ചിട്ടുള്ള എസ്.എൻ. സ്വാമി സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ, നമ്മളുടെ ഈ യാത്രയിൽ മീഡിയ 7-ൻ്റെ ഈ ചായ് ചാറ്റ് എന്ന് പറയുന്ന പരിപാടിയുടെ യാത്രയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇപ്പോൾ സ്വാമി സാറിൻ്റെ വീട്ടിലും വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം സിനിമാ വിശേഷങ്ങളിൽ തന്നെ തുടങ്ങാം. എസ്.എൻ. സ്വാമി എന്ന് പറയുന്ന ഒരു പേര് മലയാളി മനസ്സിൽ ഇടം നേടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് CBI ഡയറി ഗ്രൂപ്പിൻ്റെ അടുത്ത ഭാഗം എപ്പോൾ വരും, അല്ലെങ്കിൽ 6-ാം ഭാഗം എപ്പോൾ വരും എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇതാണ്. പക്ഷേ CBIക്ക് പുറമേ താങ്കൾ ഒരുപാട് സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ചില താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സിനിമയുടെ ഒരു തിരക്കഥയെക്കുറിച്ച് പറയാമോ? അങ്ങനെ ഒരു ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എഴുതുന്ന എല്ലാം എനിക്കിഷ്ടമാണ്. പിന്നെ ഓഡിയൻസിൻ്റെ ഇഷ്ടം, പിന്നെ മറ്റ് ഈ പറഞ്ഞ പോലെ പത്രക്കാർ, മീഡിയാസ്, ഇതൊക്കെ പുകഴ്ത്തുന്ന സിനിമകൾ പലതും ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഞാനൊരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എല്ലാ ക്രിയേഷനും എനിക്ക് ഒരുപോലെ കാണാൻ പറ്റില്ല. ചിലത് മോശമായിരിക്കും, ചിലത് വിജയിച്ചിട്ടുണ്ടാവില്ല, ചിലത് വൻ വിജയമായിരിക്കും, ചിലത് ആവറേജ് വിജയമായിരിക്കും, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഞാനതിനെ വേർതിരിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടോ ചിലപ്പോൾ ജനങ്ങൾക്ക് അത്ര സ്വീകാര്യമായിരിക്കില്ല. അതിൻ്റെ പേരിൽ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കണമെന്നില്ല. താങ്കളുടെ തിരക്കഥയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് പറയുന്നത് അതിൻ്റെ അകക്കാമ്പാണ്. താങ്കളുടെ സിനിമകളിലെ ഏറെക്കുറെ ഭാഗങ്ങളിലും നമ്മൾ കാണുമ്പോൾ CBI മാത്രമല്ല മറ്റ് സിനിമകൾ കാണുമ്പോഴും താങ്കളുടെ തിരക്കഥയുടെ ഒരു ശക്തമായ ഒരു അകക്കാമ്പ് ഉള്ളതായിട്ട് നമുക്ക് മലയാളി പ്രേക്ഷകമായ ഒരു ഉള്ളിലുള്ളൊരു കഥയുണ്ടല്ലോ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അതിനകത്ത് എവിടെയോ ഒളിപ്പിച്ച് വെച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം താങ്കളുടെ റിയൽ ലൈഫിലൂടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണോ അതോ താങ്കൾ ഒരു കഥയ്ക്ക് വേണ്ടി എഴുതുന്ന സംഭവങ്ങളാണോ കൂടുതലും സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? അതിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ വളരെ കുറച്ചേ ഉള്ളൂ. മെയിൻ കോൺട്രിബ്യൂഷൻ ഇമാജിനേഷൻ തന്നെയാണ്. നമുക്കിപ്പോൾ ഈ മുറിയിൽ 4 പേര് നിൽക്കുന്നു. ഈ 4 പേര് നിൽക്കുമ്പോൾ 4 കാഴ്ചപ്പാടിലായിരിക്കും അവർ ചിന്തിക്കുക. അതിൽ എൻ്റെ കാഴ്ചപ്പാടായിരിക്കണമെന്നില്ല നിങ്ങളോ ഇദ്ദേഹമോ ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് കൂടെ ഞാൻ കാണുമ്പോൾ ചിലപ്പോൾ അത് എനിക്ക് ഒരുപക്ഷെ കുറച്ചും കൂടെ ഡിഫറൻ്റായിട്ട് ഫീൽ ചെയ്യാം. ഡിഫറൻ്റായിട്ട് അതിനെക്കുറിച്ച് വല്ലതും പറയാൻ പറ്റും, എഴുതാൻ പറ്റും. അതാണ്. അപ്പോൾ ഇമാജിനേഷനാണ് അതിൻ്റെ മെയിൻ ടൂൾ. അതിൻ്റെ റോ മെറ്റീരിയൽ ഇമാജിനേഷനാണ്. അതിനൂടെ എന്തെങ്കിലുമൊക്കെ ഡേ ടു ഡേ സംഭവങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കുറ്റാന്വേഷണ സബ്ജക്റ്റ് ആയിരിക്കും താങ്കളുടെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് താങ്കൾ അതിനൊരു കാരണമൊന്നുമില്ല. അങ്ങനെ ആക്സിഡൻ്റലായിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങിയതാണ്. അല്ലാണ്ട് അതിന് മുൻകൂട്ടി തീരുമാനമോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു റിസർച്ചോ പഠിത്തമോ ഒന്നും ഉണ്ടായിട്ടില്ല. മമ്മൂട്ടീനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റോറി എഴുതാം, പറഞ്ഞത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അതിനു മുമ്പ് ഞാൻ അങ്ങനത്തെ കഥകളൊന്നും എഴുതിയിട്ടില്ല. ഇപ്പോൾ 20-ാം നൂറ്റാണ്ട് എഴുതി കഴിഞ്ഞ ശേഷമാണ് ഇത് പറഞ്ഞിങ്ങനെ ചെയ്യാം. മമ്മൂക്ക ആദ്യം ഇത് പറഞ്ഞതിന് ശേഷമാണോ CBI ഡയറി ഗ്രൂപ്പിൻ്റെ ആദ്യ ജാഗ്രത എന്ന് പറയുന്ന സിനിമ? അതൊക്കെ ഈ CBIയുടെ തുടർച്ചയായിട്ട് വരുന്നത്. അപ്പോൾ അതിന് മമ്മൂക്ക പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പാർട്ടിലേക്ക് പോകുന്നത് തന്നെ. CBI എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് തന്നെ പോകുന്നത് മമ്മൂക്ക പറഞ്ഞതിന് ശേഷമാണോ? അങ്ങനെയല്ല, ഒരു CBI കഥ മതി. സാധാരണ പോലീസ് ഒരുപാട് വന്നു കഴിഞ്ഞു. അപ്പം നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു കഥ ആൾക്കാർക്ക്, ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം അതിനകത്തുണ്ട്. കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഇതിലേക്ക് താല്പര്യം വന്നു പറഞ്ഞാൽ ആ താല്പര്യത്തിന് കാരണം മമ്മൂട്ടിയെ പറഞ്ഞാൽ നമുക്ക് CBI എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും ടച്ച് ചെയ്തിട്ടില്ല, ഒരു പുതിയ വിഷയമാണ്. അങ്ങനെ ആ ഒരു വിഷയമാകുമ്പോൾ ആൾക്കാർക്കൊരു താല്പര്യം സ്പെഷ്യലായിട്ട് കാണും എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയാണ് എന്നെ എൻകറേജ് ചെയ്യുന്നതിന്. അതിൻ്റെ തുടർഭാഗങ്ങളെക്കുറിച്ചും പിന്നീട് വേണമെന്നും ആദ്യത്തെ ഭാഗം വിജയിച്ചപ്പോഴും രണ്ടാമത്തെ ഭാഗം വിജയിക്കുമ്പോഴും തുടർഭാഗങ്ങൾ പിന്നെയും വേണമെന്നുള്ളത് ഈ അണിയറ പ്രവർത്തകർ വെച്ച ഒരു കാര്യമാണോ അതോ പ്രേക്ഷകരിൽ നിന്നുള്ള അഭിപ്രായമാണോ?
അതിപ്പോൾ ഞാനിങ്ങനെയാ പറയാം, വിജയം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലല്ല, ആ എനിക്ക് ചെയ്യാനേ പറ്റുള്ളൂ. വിജയം തരുന്നത് ജനങ്ങളാണ്. ആ ആ. അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കണമല്ലോ അത് കാണുന്നത്. അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ മമ്മൂക്കയായിട്ടുള്ള ലൊക്കേഷനിലെ താങ്കളുടെ അനുഭവം എങ്ങനെയായിരുന്നു? മമ്മൂക്കയുമായിട്ടുള്ള താങ്കളുടെ ലൊക്കേഷനിലെ അനുഭവങ്ങളെ കുറിച്ചൊന്ന് പങ്കുവെക്കാം. അത് പ്രേക്ഷകർ എന്തായാലും ആഗ്രഹിക്കുന്ന. ഞാനും മമ്മൂട്ടിയും തമ്മിൽ 40 വർഷത്തെ പരിചയമുണ്ട്. എങ്ങനെ പരിചയ സമയത്ത് എങ്ങനെ പരിചയപ്പെട്ടു? പരിചയമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ വരണമ്പോഴുള്ള പരിചയം. വരുന്നതിന് മുമ്പേ ഉള്ള പരിചയം. ഇവിടെ മഹാരാഷ്ട്ര പഠിക്കുമ്പോഴും ലോ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കണ്ടു പരിചയമുണ്ട്, അല്ലാണ്ട് അടുപ്പമൊന്നുമില്ല. സിനിമയിൽ വന്നപ്പോൾ ഇനി അടുപ്പമുണ്ടായത്. അത് ആ ഒരു ബന്ധം വളരെ വർഷങ്ങളായിട്ട് ഇപ്പോഴും തുടരുക. അതെ. അതിന് ഒരു പ്രത്യേകിച്ചൊരു കാരണമോ ഇല്ലെങ്കിൽ ഒരു കാര്യമോ ഇല്ല. മമ്മൂക്കയെ സംബന്ധിച്ച് മമ്മൂക്ക കുറച്ച് ഗൗരവഭാവം ഉള്ളതാണെങ്കിലും അടുത്തറിയുമ്പോൾ ആള് പാവമാണ് എന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. എനിക്കൊരു മമ്മൂട്ടി അറിയാൻ പാടില്ല. അപ്പൊ മമ്മൂക്ക ഒരു വലിയേട്ടൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മലയാളികളുടെ ഒരു വലിയേട്ടൻ എന്നുള്ള നിലയിൽ നമ്മൾക്ക് ഇപ്പോൾ സിനിമയിലെ ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവരുടെ സ്വഭാവം വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല. ഓരോരുത്തരോടും ഓരോ സ്റ്റൈലായിരിക്കും. എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അങ്ങനെ ആവണമെന്നില്ല, എല്ലാവരും അങ്ങനെ ആവാൻ പാടില്ലായുമില്ല. അത് പുള്ളി വളരെ ഫ്രാങ്ക് ആൻഡ് ഫെയർ ആണ്. മനസ്സിൽ തോന്നുന്നു പറയും. അതെ, ഒന്നുമില്ല മനസ്സിൽ, അതുള്ളതെല്ലാം അപ്പോഴേ പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വെച്ചുകൊണ്ട് നടക്കില്ല. അതെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, പിന്നെ CBIയുടെ 6ാം ഭാഗം വരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, എനിക്കറിയാനും പാടില്ല. അങ്ങനെ പത്രവാർത്ത ഒരുപാടുണ്ട്, മീഡിയ ഉണ്ട്, ഇപ്പം തുടങ്ങും നാളെ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് കണ്ടു. താങ്കളെ ഞാനും ഒരു സമയത്ത് ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ താങ്കൾ നമുക്ക് അല്ല, എൻ്റെ CBI 6ാം ഭാഗം വരികയാണെങ്കിൽ ഞാനല്ലേ ആദ്യം പറയാം. അതെ അതെ ഇല്ലേ? ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാത്തതിന് കാരണം അതിനകത്ത് യാതൊരു കാര്യമില്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പം വരികയാണെങ്കിൽ നമ്മളറിയും. അവർ അങ്ങനെ വേറെ ഏതോ ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കണ്ടിന്യൂസ്. അപ്പോൾ അവർ നമ്മൾ അപ്രോച്ച് ചെയ്യട്ടെ, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പറ്റും, അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. CBI ആർക്ക് വേണമെങ്കിലും എഴുതാം. അതൊന്നും എനിക്ക് അതിൻ്റെ മുകളിൽ അവകാശമൊന്നുമില്ല. CBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇപ്പോൾ പോലീസ് എന്നുള്ള പേര് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് CBI എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. NIA എന്നുള്ള പേര് ഉപയോഗിക്കുന്ന പോലെയാണ് CBI ഉപയോഗിക്കുന്നത്. CBI എന്ന് പറഞ്ഞാൽ ഒരാളുടെയും വകയല്ല. എനിക്ക് അതിൻ്റെ മുകളിൽ ഒരു അവകാശവുമില്ല. CBI സിനിമ ഞാൻ എഴുതിയെന്നുള്ള സത്യം എന്നതിൻ്റെ പേരിൽ അതിൻ്റെ മുകളിൽ എനിക്ക് അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഇൻ്റലക്ച്വൽ അവകാശങ്ങളൊന്നും ഇല്ല അതിൻ്റെ മേലിൽ. എന്നാലും താങ്കളാണല്ലോ അത് സൃഷ്ടിക്കപ്പെട്ടത്. അല്ല, അത് ഞാൻ അങ്ങനെ സൃഷ്ടിച്ചു എന്നും പറയും. ഞാൻ പറയട്ടെ, ഈ CBI ആദ്യത്തെ പടം ഇറങ്ങിയില്ലേ, ആ വർഷം 8 CBI ഇറങ്ങി. അതിന് തുടർച്ചയായിട്ട് ആൾക്കാർക്ക് ഒരു ആവേശം കയറി. ഒരു ക്യാപ്റ്റൻ രാജുവിനെ പല പടങ്ങളിലും ഇയാളായിട്ട് അഭിനയിച്ചു അതിനകത്ത്, CBI ഓഫീസറായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർ ഇഷ്ടമല്ലേ. ഇപ്പോൾ പോലീസ് കഥ ഞാൻ എഴുതി വിജയിപ്പിച്ചാൽ വേറെ ആരും പോലീസ് കഥ എഴുതാൻ പാടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ആർക്ക് വേണമെങ്കിലും. ഇപ്പോൾ ഈ മീഡിയ വളരെ പോപ്പുലർ ആണെന്നും പറഞ്ഞ് ഇതുപോലെ വേറെ മീഡിയ വരാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റും? ഒന്നും പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. താങ്കൾ എൻ്റെ അടുത്ത പടത്തെക്കുറിച്ച് വേറെ ഏതെങ്കിലും ഒരു ഞാൻ അങ്ങനെ ഒരു പടത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ആ പടത്തിൻ്റെ കഥ പൂർണ്ണമായിട്ട് തീർന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ 3 നാളിൽ എഴുതിക്കൊണ്ടിരിക്കുക, പക്ഷെ ഒന്നും പൂർണ്ണമായിട്ടില്ല, എല്ലാം അപൂർണ്ണമായിട്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് നടന്നില്ലെങ്കിൽ അവസാനം ആ പറഞ്ഞ കഥ എവിടെ പോയെന്നൊരു ചോദ്യം വന്നാൽ എനിക്ക് ഉത്തരം പറയാനുണ്ടാവില്ല. ഞാൻ പല കഥകളും ആലോചിച്ചുകൊണ്ടിരിക്കുക. പല കഥകളും കാലും അരയും മുക്കാൽ കൂടുതലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് അതിൻ്റെ ക്ലൈമാക്സ് എല്ലാം തീരുമ്പോഴാണ് നമുക്കൊരു, അപ്പോഴും ഞാനൊരു പ്രൊഡ്യൂസറോട് പോലും പറയുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ, അങ്ങനെയുള്ള ആലോചിക്കുന്നതിൻ്റെ പണിപ്പുരയിലാണ്. അല്ല, അങ്ങനെ ഞാനിപ്പോൾ തൽക്കാലം സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ ഉള്ള മോഹൻലാലോ മമ്മൂട്ടിയുടെ പടങ്ങളൊന്നും എഴുതാനില്ല. കാരണം അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് എഴുതി കഴിഞ്ഞു. എനിക്ക് എന്തെങ്കിലും ഒരു പുതുമ കിട്ടണ്ടേ അവരെക്കുറിച്ച് ചെയ്ത്. ഇപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ കണ്ടിട്ടുള്ള അവരെ എല്ലാ ടൈപ്പ് ഞാൻ എഴുതി പോകും. അത് എഴുതി തീർന്ന ശേഷം ആര് സൂട്ടാവുന്ന